പറയുന്നത്. കള്ളാടിയിലേത് വരുത്തിവെച്ച ദുരന്തമാണോ? ഈ ദുരന്തത്തിന് ശേഷം നിരന്തരമായി ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. വീഴ്ചകൾ ഒന്നൊന്നായി പുറത്തു വരികയുമാണ്. മുന്നറിയിപ്പുകളും റിപ്പോർട്ടുകളും കരാർ കമ്പനി അവഗണിച്ചെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ നമ്മൾ ഇന്നലെ പുറത്തുവിട്ടിരുന്നതാണ്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട്, അതിലെ കണ്ടെത്തലുകൾ എങ്ങനെയാണ് ഈ കരാർ കമ്പനി അവഗണിച്ചതെന്ന് നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. ഇപ്പോൾ വരുന്നത് പാരിസ്ഥിതിക അനുമതി നൽകുന്നതിൽ വന്ന വീഴ്ചയാണ്. പാരിസ്ഥിതിക അനുമതി റിപ്പോർട്ടിലെ വിവരങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എന്താണ് ഈ പ്രദേശത്തെക്കുറിച്ച്, തുരങ്കബാധയുള്ള പ്രദേശത്തെക്കുറിച്ച് പറയുന്നതെന്ന് നോക്കിയാൽ അത് അതീവ ദുർബലമായ ഒരു പ്രദേശമാണ്. മാത്രമല്ല മണ്ണിടിച്ചിൽ സാധ്യത കൂടുതലുള്ള ഒരു പ്രദേശമാണ് എന്നത് തന്നെയാണ് കൃത്യമായി പറയുന്നത്. അതായത് അതീവ ദുർബലവും മണ്ണിടിച്ചിൽ സാധ്യത കൂടുതലുള്ളതുമായ പ്രദേശത്ത് മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള ദുർബലമായ ഭൂപ്രദേശത്തിലൂടെയാണ് പാത കടന്നു പോകുന്നതെന്ന് കൃത്യമായി തന്നെ ഈ പാരിസ്ഥിതിക അനുമതി നൽകുന്നതിനുള്ള PWD തയ്യാറാക്കിയ പ്രത്യേക സമിതി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുകയാണ്. 2019 2024 പ്രദേശത്ത് മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ടെന്ന് 2025 സമർപ്പിച്ച പാരിസ്ഥിതിക അനുമതിക്ക് വേണ്ടിയുള്ള റിപ്പോർട്ടിൽ പറയുകയാണ്. അതായത് 2 വർഷങ്ങൾ 2019 2024 ഈ 2 വർഷങ്ങളിലും മണ്ണിടിച്ചിൽ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതായത് എപ്പോൾ വേണമെങ്കിലും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള അതീവ ദുർബലമായ ഒരു പ്രദേശമാണ്. അതിന് ഉദാഹരണമായി പറയുന്നത് ഈ 2 വർഷങ്ങളിലെ മണ്ണിടിച്ചിലാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല തുരങ്കബാധ ഉണ്ടാക്കുമ്പോൾ സ്ഫോടനങ്ങൾ നടത്തേണ്ടി വരും. അതേക്കുറിച്ചാണ് ഇതിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ നിർമ്മാണ ഘട്ടത്തിൽ പാറ തുരക്കുമ്പോഴുണ്ടാകുന്ന സ്ഫോടനങ്ങൾ മണ്ണിടിച്ചിലിന് കാരണമാകാം എന്നുള്ള ഒരു മുന്നറിയിപ്പ് സൂചന നൽകുന്നുണ്ട്. സർക്കാർ നൽകിയ രേഖകളിൽ സ്ഫോടനം സൃഷ്ടിക്കുന്ന ആഘാതം എത്രയെന്ന് പറയുന്നില്ല, പക്ഷേ ആഘാതം ഉണ്ടാകാം. അതായത് അതീവ ദുർബല പ്രദേശമായതുകൊണ്ട് തന്നെ അത് വലിയ സ്ഫോടനങ്ങൾ തുരങ്കപാതയ്ക്ക് നമുക്കറിയാവുന്നതുപോലെ പലതരത്തിൽ പാറ പൊട്ടിക്കൽ നടത്തുമ്പോൾ അവിടെ ഈ തരത്തിലുള്ള വലിയ ആഘാതങ്ങൾ ഉണ്ടാകാം എന്നൊരു സൂചനയും മുന്നറിയിപ്പും നൽകുന്നുണ്ട്. മാത്രമല്ല ഇത്തരത്തിൽ തുരങ്കപാത വരുന്നതോടുകൂടി ആ മേഖലയിൽ പദ്ധതി നടപ്പിലാക്കുന്നതോടെ മനുഷ്യ വന്യജീവി സംഘർഷം കൂടുമെന്നൊരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട്. അത് PWD നിയോഗിച്ച വിദഗ്ധ സമിതി തന്നെ പരിശോധിച്ച് മനസ്സിലാക്കിയെടുത്ത കാര്യമാണ്. ഇത്രയധികം കാര്യങ്ങൾ പലതരത്തിൽ പറഞ്ഞിട്ടും പാരിസ്ഥിതിക അനുമതി എങ്ങനെ നൽകി എന്നതാണ് ചോദ്യം. അനുമതി നൽകിയ യോഗത്തിൽ 3 അംഗങ്ങൾ പങ്കെടുത്തിട്ടില്ല എന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. മാത്രമല്ല ഇതിൽ വെല്ലുവിളികൾ ഉൾപ്പെടെ അക്കമിട്ട് നിരത്തിയിട്ടും എന്തുകൊണ്ടാണ് ഈ പാരിസ്ഥിതിക അനുമതി നൽകുമ്പോൾ ഇതൊന്നും പരിശോധിക്കാതിരുന്നത്? അതിൽ സംസ്ഥാന സർക്കാരും ഒപ്പം കേന്ദ്ര സർക്കാരും ഇതിൽ എന്തുകൊണ്ട് പരിശോധനകൾ നടത്തിയില്ല എന്ന ചോദ്യമുണ്ട്. വികസനം അനിവാര്യമെന്ന് പറയുമ്പോൾ പോലും ഇത്തരത്തിൽ മുന്നറിയിപ്പുകൾ പലതുമുണ്ട്, പഠന റിപ്പോർട്ടുകൾ പലതുമുണ്ട്. ഇതൊക്കെ അവഗണിച്ചിരുന്നോ എന്ന ചോദ്യം ബാക്കിയാവുകയാണ്.